ഞാൻ നിനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമാ
സ്തോത്രം. പ്രൈസ് ലോർഡ്. നിരാത്രിയിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. സന്തോഷമുള്ളവർ നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നാലും ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നാം ദൈവത്തെ ആമേൻ അറിഞ്ഞ ഒരു ദൈവ പൈതലാണെങ്കിൽ ആമേൻ, പിന്നീട് വരുന്നതായ പ്രയാസങ്ങളുടെ നടുവിൽ ആമേൻ, ഹല്ലേലൂയ, നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. ഈ മരുഭൂ യാത്രയിൽ തളർന്നു പോകാതെ, വീണു പോകാതെ നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്താവുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. പലവിധമാകുന്ന പ്രയാസങ്ങളാൽ, ഭാരങ്ങളാൽ, ആമേൻ, രോഗങ്ങളാൽ, ഹല്ലേലൂയ, ആമേൻ, കടഭാരങ്ങളാലൊക്കെ ആമേൻ വളരെ പ്രയാസത്തോടെ ഒരു പക്ഷേ ആണെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ കർത്താവിനെ ഒന്ന് ആരാധിക്കുവാൻ, ആ കർത്താവിനെ ഒന്ന് സ്തോത്രം കൊടുക്കുവാൻ, ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ആമേൻ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി, നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരമായി ആമേൻ, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ എന്തായിരുന്നാലും എല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട്, എല്ലാ മാനുഷിക തലങ്ങളും മാറ്റിവെച്ചിട്ട് ഇന്ന് രാത്രിയിൽ ആ കർത്താവിനെ ചേർന്ന് പാടി കരങ്ങളടിച്ച് ആരാധിക്കുവാൻ ഒന്ന് തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ആ കരങ്ങളെല്ലാം ചേർത്തടിച്ചുകൊണ്ട് ഹല്ലേലൂയ, ആ കർത്താവിനെ നമുക്ക് എല്ലാവർക്കും പാടി നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
യേശുവേ
ആമേൻ, അങ്ങയ്ക്ക് തുല്യമായി ആരുമില്ല. ഹല്ലേലൂയ. അങ്ങയ്ക്ക് ഒപ്പം വെക്കുവാൻ ആരുമില്ല. എത്ര പേര് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നു? ആമേൻ, നമ്മൾ സ്നേഹിക്കുന്ന ദൈവത്തിനൊപ്പം വെക്കുവാൻ ആമേൻ ആരും ഇല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മളെ വഴി നടത്തിയ ആശ്വസിപ്പിച്ച ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ ആമേൻ നമ്മളെ വഴി നടത്തിയ ഒരു കർത്താവുണ്ട്. ആമേൻ, നമ്മൾ ചിന്തിച്ചതിനും അപ്പുറമായി, നമ്മൾ ആഗ്രഹിച്ചതിനും അപ്പുറമായി നമ്മുടെ മേൽ പ്രവർത്തിച്ച് നമുക്ക് വേണ്ടി ആലോചനകൾ പറഞ്ഞു തന്ന് ആമേൻ നമ്മളെ വഴി നടത്തിയ കർത്താവിന് ഇന്ന് രാത്രിയിൽ നന്ദി പറയുവാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. ആ കർത്താവ് ആഗ്രഹിക്കുന്നു. ആമേൻ, ഒരു നിമിഷം ചെയ്തു പോയ നന്മകൾ, കർത്താവ് ചെയ്ത നന്മകളെ ഓർക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ നമ്മൾ യാത്രയിലായിരിക്കാം, നമ്മൾ ഭവനങ്ങളിലായിരിക്കാം, അങ്ങനെ വിവിധമാകുന്ന മേഖലകളിൽ നമ്മളായിരിക്കാം. എന്നാൽ കർത്താവ് ചെയ്ത ആമേൻ ഉപകാരങ്ങൾക്ക്, കർത്താവ് നൽകിയ ചില സ്ഥാനങ്ങൾക്ക് ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് നന്ദി പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം കൂടെ നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട്, എല്ലാം മറന്ന് ആ കർത്താവിനെ സന്തോഷത്തോടെ ഹൃദയംഗമായി ഹല്ലേലൂയ ഒന്ന് നന്ദി പറഞ്ഞാട്ടെ, ഒന്ന് നന്ദിയോടെ സ്തുതിച്ചാട്ടെ, ഒന്ന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ.
ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. പ്രകാരം കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അവിടെ ഇടയാക്കിയ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ, ആരാധിക്കുവാൻ, കർത്താവെ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുവാൻ എല്ലാം കർത്താവ് അവിടുന്ന് സഹായിച്ചല്ലോ കർത്താവെ. ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നും കർത്താവ് ഞങ്ങളെ നടത്തണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഇടപെടണമേ. പ്രതികാനി സ്റ്റുഡിയോയിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഗാനങ്ങൾ പാടി നാമ കർത്താവിനെ ആരാധിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. പ്രാർത്ഥന ആവശ്യമായിട്ട് അനേക പ്രിയപ്പെട്ടവർ നമുക്ക് ചുറ്റുമുണ്ട്. പ്രാർത്ഥന ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അരികിലേക്ക് നമ്മെ ആനയിക്കുന്ന ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ കൂടി മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ചെല്ലുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ പ്രാർത്ഥനയെ അനേകർ ഞങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് അപേക്ഷിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ ഈ ചാനൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ അനുഗ്രഹീതമായിരിക്കുന്ന പ്രയർ ആൻഡ് വർഷിപ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അനേക പ്രിയപ്പെട്ടവർ വ്യത്യസ്ത നിലകളിൽ ഭാരത്തോടുകൂടി കഴിയുന്നവരുണ്ട്. വളരെ പ്രയാസത്തോടു കഴിയുന്ന അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റുമുണ്ട്. ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഭാരത്തോടു കൂടിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളിവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ആരെങ്കിലും വ്യത്യസ്തമായ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധ ദൈവം നിങ്ങളെ സൗഖ്യമാക്കുവാൻ ശക്തനാണ്. സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കത്തിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ പരിശുദ്ധ ദൈവം ശക്തിയുള്ളവനാണ്. കടഭാരത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. അതുപോലെ തന്നെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായിരിക്കുന്ന ക്ലേശത്തിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുടുംബനാഥനോ കുടുംബത്തിലെ മറ്റേതെങ്കിലും വ്യക്തിയോ കുഞ്ഞുങ്ങളോ ഒക്കെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം അവർക്ക് സൗഖ്യം കൊടുക്കും, അവരെ വിടുവിക്കും. നമ്മുടെ കർത്താവ് പരിശുദ്ധനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരിൽ അതെ ഏതെങ്കിലും ഈ പറയപ്പെട്ട വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കും. സ്തോത്രം. അദ്ദേഹത്തെ അതിനായിട്ട് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മനോഹരമായ നല്ല രാത്രിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലൈവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, തലമുറയുടെ വിഷയത്തോടനുബന്ധിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ, വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്നൊരു കരം അവർക്ക് വേണ്ടി നീട്ടേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ കേൾക്കണം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുള്ള അപേക്ഷയ്ക്കിടനായി നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളായിട്ട് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. പ്രത്യേകിച്ച് വാഹനാപകടത്തിൽ ഭാരപ്പെട്ട് കഴിയുന്ന പ്രിയപ്പെട്ടവർ. ഞങ്ങളുടെ പ്രാർത്ഥന അവർക്ക് വലിയ ആശ്വാസമാണ്. കർത്താവ് അവരെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന ജീവിത സാഹചര്യത്തിലേക്ക് അവരെ കർത്താവ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ഓർത്ത് പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നിരന്തരമായിരിക്കുന്ന പ്രാർത്ഥന
വളരെ ഫലം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ആ പേരുകൾ പറഞ്ഞ് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഇമ്മാനുവേലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രിയ പൈതലിന് സമ്പൂർണ്ണമായ സൗഖ്യവും അനുഗ്രഹീതമായിരിക്കുന്ന ജീവിത സാഹചര്യത്തിലേക്ക് ദൈവം അവനെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രണവിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. പ്രണവും സമാനമായിരിക്കുന്ന ഭാരത്തിലായിരിക്കുന്നു. ആ പ്രിയ പൈതലിനെയും ജീവിതത്തിൻ്റെ സ്വാഭാവികമായിരിക്കുന്ന രീതിയിലേക്ക് തൻ്റെ ശരീരത്തെയും മനസ്സിനെയൊക്കെ കൊണ്ടുവരുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു റോബിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ആ പ്രിയ സഹോദരനെയും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുവരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം അനേക പ്രിയപ്പെട്ടവർ വാഹനാപകടങ്ങളിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. സാമ്പത്തികമായി ചികിത്സിക്കുവാൻ, അതെ, സാമ്പത്തികമായി കൈത്താങ്ങൽ കൊടുക്കുവാൻ ആരുമില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കൈകാലുകൾ തകർന്നവരായിട്ട്, ജീവിതം വളരെ ദുസ്സഹമായ സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടു പോയവരായിട്ട്, അംഗവൈകല്യം സംഭവിച്ചവരായിട്ടുള്ള അനേക പ്രിയപ്പെട്ടവർ ഉണ്ട്. അവരെല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പറയപ്പെട്ട പേരുകൾ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിനെ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ പിതാവേ, വാഹനാപകടത്താൽ ഭാരപ്പെട്ട് ഭവനത്തിൽ വിശ്രമിക്കുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ വിശ്രമിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇമ്മാനുവേലിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രണവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, റോബിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കണമേ കർത്താവേ. എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ പിതാവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ദൈവത്തിന് ശക്തി അയച്ച്, വചനം അയച്ച് സൗഖ്യമാക്കേണ്ടതിന് വേണ്ടി ഒരുമിച്ച് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളായി കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന ചില പ്രിയപ്പെട്ടവർക്ക് നാം നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ അവർക്ക് പലർക്കും ആശ്വാസവും വിടുതലുമുണ്ട്. കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവർ സാധാരണ കീമോയൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിന് വളരെ അസ്വസ്ഥതയും ഭാരവും ഉണ്ടാകാറുണ്ട്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് വളരെ ആശ്വാസമുണ്ട്. കാഠിന്യമേറിയ ഈ ചികിത്സാവിധിയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥന അവർക്കൊരു സങ്കേതമാണ്, ഒരു കോട്ടയാണ്, ഒരു ആശ്വാസമാണ്. അത് അവരോട് ഞങ്ങളോട് അറിയിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ചിലരുടെ പേരുകൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം, കുഞ്ഞുമോൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സണ്ണി ചാക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. ഒരു വത്സ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വത്സ ചേച്ചി ഇപ്പോൾ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുമോൾ സഹോദരി കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ആശ്വാസവും വിടുതലുമുണ്ട്. സ്തോത്രം. കാഠിന്യമേറിയ ആ ചികിത്സാവിധികളിൽ പ്രയാസങ്ങളോ പ്രശ്നങ്ങൾ കൂടാതെ ദൈവം അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മറിയാമ്മ എന്ന് പറയുന്ന ഒരു അമ്മച്ചിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവരും ശരീരത്തിൽ വളരെ ഭാരപ്പെട്ട് ഇപ്പോൾ സ്തോത്രം അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ആ പ്രിയ മാതാവിന് സൗഖ്യം കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്തോത്രം നാം പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ അതിശയിക്കുന്ന കരം, ശക്തിയുള്ള കരം, പരിശുദ്ധകരം, സ്തോത്രം, ആ പ്രിയപ്പെട്ടവരെ തൊട്ട് സൗഖ്യമാക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്വർഗീയ പിതാവേ, ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഹോദരി കുഞ്ഞുമോൾക്ക് വേണ്ടി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്നെ വചനം അയച്ച് ദൈവം സൗഖ്യമാക്കണമേ കർത്താവേ. മറിയാമ്മ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, താൻ ഹോസ്പിറ്റലായിരിക്കുന്നല്ലോ. എൻ്റെ കർത്താവിൻ്റെ കരം തൊട്ട് അങ്ങ് സൗഖ്യമാക്കണമേ കർത്താവേ. സഹോദരി വത്സയ്ക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഹോദരൻ സണ്ണി ചാക്കോ നിലമ്പൂരിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, തന്നെ വചനം അയച്ചു, തന്നെ ശക്തി അയച്ച് പരിപൂർണമായി സൗഖ്യം കർത്താവ് നീ കൊടുക്കണമേ. ഈ മീഡിയയിൽ ശ്രദ്ധിക്കുന്ന, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥനയോടിരിക്കുന്ന ആരെങ്കിലും കർത്താവ് ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ സൗഖ്യമാക്കേണ്ടതിന് വേണ്ടി ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനവും നിന്റെ ശക്തി അയച്ച് പരിപൂർണമായി സൗഖ്യം കർത്താവ് കൊടുക്കണമേ. സൗഖ്യം കൊടുത്തനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുള്ള അപേക്ഷ കിടനായി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വ്യത്യസ്ത രോഗത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. സ്തോത്രം. വെരിക്കോസ് വെയിൻ്റെ ഭാരത്താലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ആമേൻ. നിരന്തരമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വ്യക്തിയുണ്ട്. അവർക്കെല്ലാം വലിയ ആശ്വാസമുണ്ട് എന്ന് അറിയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു ക്രിസ്ത്യൻ അമ്മോൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രിയ കുഞ്ഞ് തൻ്റെ ശരീരത്തിലെ സ്തോത്രം
ആമേൻ വന്നിട്ട് വളരെ ഭാരതലായിരിക്കുന്നു. ആ കുഞ്ഞിൻ്റെ സമ്പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഒരു സ്റ്റെഫീനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ മകളുടെ തൊണ്ടയിലെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അതിൻ്റെ പ്രയാസം അല്പമായിട്ടുണ്ട്. സമ്പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ആ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അതുപോലെ തന്നെ പ്രൈസ് ലോർഡ്, ഞങ്ങളുടെ ഒരു വത്സ സഹോദരി സ്തോത്രം താനെ ശാരീരികമായിട്ട് ഭാരപ്പെട്ട് ആയിരിക്കുന്നു. ആ സഹോദരിയുടെ സമ്പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഒരു ജാനു നെൽസൺ എന്ന് പറയുന്ന ഒരു പ്രായമുള്ള മാതാവ് കഴിഞ്ഞ ദിവസം താന് സ്തോത്രം തൻ്റെ ശരീരത്തിൽ തലയിൽ എവിടെയൊക്കെയോ ക്ഷതമുണ്ടായി. എവിടെയാണെന്ന് എപ്പോൾ സംഭവിച്ചെന്ന് അവർക്ക് ഓർമ്മയില്ല. ആ സഹോദരി ICUലാണ്. സ്തോത്രം. തലച്ചോറിൽ ബ്രെയിന് കട്ടായിട്ട് ബ്ലീഡിങ് ഉണ്ടായിട്ട് തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലാണ്. ആ മാതാവിൻ്റെ സമ്പൂർണ്ണ സൗഖ്യത്തിനും വിടുതലിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പിടുതനെ ഉണ്ടാകുന്ന രോഗങ്ങൾ, പിടുതനെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, സ്തോത്രം, ഇത് സ്തോത്രം അനേക പ്രിയപ്പെട്ട തളർത്തി കളയുകയാണ്. സാമ്പത്തികമായി തകർത്ത് കളയുന്നു, മാനസികമായി തകർത്ത് കളയുന്നു. കുടുംബത്തിലെ സ്വാഭാവികമായിരിക്കുന്ന ജീവിതം സ്തോത്രം ആമേൻ അത് കട്ടായി പോകുന്ന സ്തോത്രം അനേക സാഹചര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സംഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് സകലത്തിനും പരിഹാരം കൊടുക്കുന്നവനാണ്. നമ്മുടെ കർത്താവ് അറിയാതെ ഒന്നും നടക്കുന്നില്ല. സ്തോത്രം. പ്രിയപ്പെട്ട ഈ പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം ദൈവത്തോട് അടുപ്പിക്കുന്ന സ്തോത്രം വലിയൊരു കാര്യമായി തീരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ പറയപ്പെട്ട വിഷയം വെച്ച് കർത്താവദാസൻ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇവിടെ പേര് പറയപ്പെട്ട എല്ലാ വിഷയങ്ങളെയും പ്രിയപ്പെട്ട ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ പരുവിനാൽ ഭാരപ്പെടുന്ന പ്രിയ മകൾക്ക് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയ മകൾ സ്റ്റെഫീനിക്ക് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവേ. വചനമയച്ച ദൈവം സൗഖ്യം ദൈവം കൊടുക്കണമേ. വത്സല്യ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആരെങ്കിലും ഭാരത്താൽ കർത്താവേ മാനസികമായി ശാരീരികമായി അസ്വസ്ഥ അനുഭവിക്കുന്ന രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കായി നന്ദി. കർത്താവായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ കേൾക്കണം സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന വിഷയമായി കരുണ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. ഡയാലിസിസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം തുടർമാനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ആശ്വാസമുണ്ട് എന്ന് പറയുവാനായിട്ട് ഇടയിൽ തീർന്നു. സ്തോത്രം. സമ്പൂർണ്ണമായ സൗഖ്യ ദൈവർ കൊടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കും. ഒരു പാസ്റ്റർ സലേഷിന് വേണ്ടി പ്രാർത്ഥിക്കാം. പാസ്റ്റർ ഗബ്രിയേൽ തെലങ്കാന, അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മദ്യപാനികളായിട്ട് സ്തോത്രം വളരെ ഭാരത്തിലായിരിക്കുന്ന ചിലർക്ക് വേണ്ടി നാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് അവരെ പൂർണ്ണമായി വെടിയിപ്പാൻ ശക്തനാണ്. സ്തോത്രം. ഒരു ദിവസത്തിന് വേണ്ടി ഒരു എബിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മദ്യപാനികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കാണുക. അവർക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം ഒന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. ദൈവം അവർക്ക് സൗഖ്യം വിടലും കൊടുക്കുവാനുള്ള ശക്തനാണ്. സ്തോത്രം. പ്രായാധിക്യത്തിലായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവരെയും ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് സൗഖ്യം കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവദാസനെ പറയപ്പെട്ട വിഷയം വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗീയ പിതാവേ, ഡയാലിസിന് വിധിക്കപ്പെട്ട പാസ്റ്റർ സലേഷിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ദൈവദാസൻ ഗബ്രിയേലിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൗഖ്യമാക്കുന്നൊരു കരം നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. മദ്യപാനത്താൽ ഭാരപ്പെട്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സഹോദരൻ എൽദോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏബിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങൾ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും മദ്യപാനത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവേ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തന്റെ ശക്തി അയച്ച് ദൈവം വിടുവിക്കേണ്ടതിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കായി സ്തോത്രം. കർത്താവായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ കേൾക്കണം സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന അപേക്ഷകനായി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ട ഞങ്ങളുടെ ടീം, ഇമ്മാനുവൽ മിഷൻ ടീം, ആ ടീമിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഞാൻ തുടർമാനമായിട്ട് പറഞ്ഞു വരുന്ന പോലെ സ്തോത്രം, പുതുതായിട്ട് ഞങ്ങളെ വീക്ഷിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനേക്കായിട്ട് സ്തോത്രം ചെറുതായി അല്പം ഒന്ന് വിവരിച്ച് പറഞ്ഞുകൊള്ളട്ടെ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഭാരതീയ സുവിശേഷീകരണമെന്ന ഏക ലക്ഷ്യം മുന്നിൽ കണ്ട് വിവിധ സഭാവിഭാഗങ്ങളിൽപ്പെട്ട കർത്താദാസന്മാരെയും സഹോദരന്മാരെയും ഒരുമിച്ച് നിർത്തി സ്തോത്രം ബഹുമാന്യനായ പാസ്റ്റർ വർഗീസ് തുടിയൻ്റെ നേതൃത്വത്തിൽ 2022 നവംബറിൽ അങ്കമാലി ആഴം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച ഒരു സംഘടനയാണ് സ്തോത്രം ഇമ്മാനുവൽ മിഷൻ ടീം. സ്തോത്രം. കഴിഞ്ഞ സ്തോത്രം 3 വർഷമായിട്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും മുടങ്ങാതെ ഓരോ പഞ്ചായത്തുകളിൽ തോറും ഞങ്ങൾ ചെന്ന് സ്തോത്രം
ഓരോ പഞ്ചായത്തുകളെയും അടിസ്ഥാനപ്പെടുത്തി സ്തോത്രം പരസ്യയോഗങ്ങളും ഭവന സന്ദർശനങ്ങളും ലഘുലേഖാ വിതരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് തുടർമാനമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അനേകർക്ക് അത് അനുഗ്രഹമാണ് എന്ന് അവിടെ പ്രതികരണം ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും സ്തോത്രം ഓരോ പഞ്ചായത്തുകളിലും ഞങ്ങൾ പ്രാർത്ഥനാ യാത്രകൾ നടത്താറുണ്ട്. സ്തോത്രം പ്രൈസ് ലോർഡ്. ആ ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടി, ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി, സാത്താൻ്റെ അധികാരത്തിൽ ജനത്തെ വിടുവിക്കുവാനായിട്ട്, മനസ്സ് തകർന്നവരെയും ഹൃദയം തുറങ്ങിയവരെയും ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ യാത്ര എല്ലാ വെള്ളിയാഴ്ചകളിലും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. വാഹനത്തിൽ സഞ്ചരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഈ പ്രവർത്തനത്തിന് അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം പ്രൈസ്. അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ ഓരോ ജില്ലകളിലും കടന്നു ചെന്ന് സ്തോത്രം അവിടെ ആത്മീയ ഉണർവിനും ദൈവിക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥനാ യാത്രകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വർഷത്തിൽ ഒരു തവണ 25 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന സ്തോത്രം ഒരു പ്രാർത്ഥനാ യാത്രയും സുവിശേഷ പ്രോഗ്രാം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്തോത്രം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ കൂടി സഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ, വ്യത്യസ്ത സുവിശേഷ പ്രാർത്ഥനാ യോഗങ്ങൾ ക്രമീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എല്ലാ ബുധനാഴ്ചയും സഹോദരിമാരുടെ ഒരു പ്രാർത്ഥന ഇവിടെ നടക്കുന്നുണ്ട്, തുടർമാനമായി നടക്കുന്നുണ്ട്. പ്രൈസ്. എല്ലാ ശനിയാഴ്ചകളും സഹോദരന്മാർ സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇവിടെ സ്തോത്രം പകൽ മുഴുവനും ഇരിക്കുന്നുണ്ട്. സ്തോത്രം. നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ എഴുതി വെച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ കൂടി വരുന്നതായ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അറിയിക്കാവുന്നതാണ്. സ്തോത്രം. കൂടാതെ പ്രത്യേക ഉപവാസ മീറ്റിങ്ങുകൾ, കൺവെൻഷനുകൾ ഈ ടീമിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. സ്തോത്രം. ഇതൊന്നും കൂടാതെ പ്രൈസ് കഴിഞ്ഞ 25 വർഷമായിട്ട് സ്തോത്രം ഈ ആഴകത്ത് ഒരു ഇമ്മാനുവൽ ഓർഫനേജ് പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 75 അന്തേവാസികൾ ഇവിടെയുണ്ട്. സ്തോത്രം. 100 കണക്കിന് കുട്ടികളെ ഇവിടെ താമസിപ്പിച്ച് പഠിപ്പിച്ച് അവരെ പുറത്തേക്ക് വിടുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. സ്തോത്രം. പ്രൈസോട് ഈ പറയപ്പെട്ട എല്ലാ പ്രവർത്തന വിഷയങ്ങളെയും വഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. കൂടാതെ സ്തോത്രം തികച്ചും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്തോത്രം ഈ പ്രവർത്തനങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി സ്തോത്രം നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. വ്യത്യസ്തമായിരിക്കുന്ന സഭകളുടെയോ സംഘടനകളുടെയോ സാമ്പത്തികമായ സപ്പോർട്ട് ഇതിനില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളുടെ നിർലോഭമായിരിക്കുന്ന സഹായ സഹകരണങ്ങളും പ്രാർത്ഥനാ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശേഷിച്ച് ഞങ്ങളുടെ ടീമിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് പാഷൻ തൻ്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ പറയപ്പെട്ട വിഷയങ്ങൾക്ക് വഹിച്ച് സ്തോത്രം കർത്താദാസം പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. പിതാവേ, മനോഹരമായ നല്ല രാത്രിക്കായി ഞങ്ങൾ സ്തോത്രം. പ്രാർത്ഥിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ ദൈവം ഞങ്ങളുടെ മേൽ പകർന്നതിനായി ഞങ്ങൾ നന്ദി. കർത്താവേ, ഇമ്മാനുവൽ മിഷൻ ടീമിന്റെ എല്ലാ പ്രവർത്തനത്തിനായി ഞങ്ങൾ സ്തോത്രം. ആഴ്ച തോറും നടക്കുന്ന സുവിശേഷ പ്രവർത്തനത്തിനായി സ്തോത്രം. വർഷത്തിൽ നടക്കുന്ന കൺവെൻഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രയർ ജേർണിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ഓർഫനേജിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മീഡിയയ്ക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതിന് മുൻപ് നിൽക്കുന്ന വർഗീസ് സ്റ്റുഡന്റ് പാസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാനുള്ള ദൈവകൃപ ദൈവം ഞങ്ങളുടെ മേൽ പകർന്നതിനായി ഞങ്ങൾ സ്തോത്രം. കർത്താവായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ കേൾക്കണം സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളായി കരങ്ങൾ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഗാനങ്ങൾ ശ്രവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഇടയായി തീർന്നല്ലോ. അപ്പോൾ തന്നെ അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങളെ വിളിച്ചറിയിച്ച പ്രിയപ്പെട്ടവരെ ഓർത്ത് ശക്തിയോടെ പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ നൽകി. നാം വിശ്വസിക്കുന്നത് നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ അപേക്ഷയ്ക്ക് മറുപടി നൽകി നമ്മെ ആദരിക്കുകയും ചെയ്യുന്ന സർവശക്തനായ കർത്താവാണെന്ന്. ഇന്ന് പകൽ കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെയിരുന്നു. ഈ സന്ധ്യാവേളയിലും ദൈവ സാന്നിധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ തുടർന്ന് അനുഗ്രഹീതമായ ദൈവവചനം നാം ശ്രദ്ധിക്കുവാൻ പോകുകയാണ്. പുല്ലുണങ്ങുമ്പോൾ പൂവാടിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിൽക്കുന്നതാണ്. ആ ദൈവവചനം ചൈതന്യമുള്ളതാണ്, ജീവൻ നൽകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം നൽകിത്തരുന്ന ദൈവവചനത്തിൻ്റെ ആ കേൾവി നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ സർവകൃപാലുവായ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ സീനിയർ ശുശ്രൂഷകനും അപ്പോൾ തന്നെ ചെങ്ങന്നൂർ ടൗൺ IPC കർമ്മേൽ സഭയുടെ ശുശ്രൂഷകനുമായിരിക്കുന്ന പാസ്റ്റർ സാബു ചാക്കോ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. കർത്താവിൻ്റെ അഭിഷിക്തനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ആദരവോടെ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രദ്ധിക്കുവാൻ ഏവരെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്കമാലി ആഴകം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇമ്മാനുവേൽ മിഷൻ ചാനലിൻ്റെ ഈ ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന അനുഗ്രഹീതരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹം വന്ദനത്തെ അറിയിക്കുന്നു. ഇതിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ വർഗീസ് തുടിയൻ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ KJ മാത്യു, മറ്റ് അനുഗ്രഹീതരായ ദൈവദാസന്മാരെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി നമുക്കൊരുമിച്ച് ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കുന്നത് വലിയ അനുഗ്രഹമായി തീരട്ടെ. അനുഗ്രഹമായ പാട്ടുകൾ നാം കേട്ടുകൊണ്ടിരുന്നു. അനവധി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചല്ലോ. തുടർന്ന് അല്പസമയം ദൈവവചനത്തിന് മുൻപാകെ നാം ആയിരിക്കുന്നത് വലിയ അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള, പല പ്രാവശ്യം നാം വായിക്കുകയും ധ്യാനിക്കുമൊക്കെ ചെയ്തിട്ടുള്ള ഒരു വേദഭാഗം നിങ്ങളുമായി പങ്കുവെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു ദൂത് പറയുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. 91-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിലെ ധ്യാനത്തിനു വേണ്ടി, വിചിന്തനത്തിനു വേണ്ടി നാം വായിക്കുന്നത്. ആ വാക്യം ഇങ്ങനെയാണ്: ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ഈ സങ്കീർത്തന ഭാഗം നമ്മൾ വല്ലവരും വായിക്കുകയും ധ്യാനിക്കുകയും അല്ലെങ്കിൽ ഓർക്കുകയൊക്കെ ചെയ്യുന്നതാണ്. രാത്രികളിൽ വായിക്കുന്നതാണ്. അങ്ങനെ പലയാവർത്തി വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സങ്കീർത്തന ഭാഗമാണ് 91-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ ഒടുവിലത്തെ വാക്യമാണ് വായിച്ചത്: എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പുതിയ നിയമത്തിൻ്റെ ആരംഭം തന്നെ ഇങ്ങനെയാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമമെന്നാണ് പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രക്ഷ തരാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി, നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, മറ്റെല്ലാ പ്രതിസന്ധികളും നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആകയാൽ 2026 വർഷങ്ങൾക്ക് മുൻപേ മാനവവർഗത്തിൻ്റെ പാപശാപ രോഗ ദുരിതങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, അർപ്പിക്കപ്പെട്ടു. അതിനാൽ ആത്മീക രക്ഷ പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം തരുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആകയാൽ രക്ഷ കണ്ടവന് മാത്രമേ കാണിക്കാൻ സാധിക്കുകയുള്ളൂ.
നാം ചിന്തിച്ചാൽ നമ്മളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ടൂറ് പോകുമ്പോൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോൾ ഗൈഡ് നമ്മുടെ കൂടെ വരാറുണ്ട്. വരുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ അവിടെയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് കാണിക്കാനാണ്, അല്ലെ അവിടെ എന്തൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഗൈഡ് കൂടെ വരുന്നത്. എന്നാൽ അദ്ദേഹം കൂടെ വരാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അവിടെ ഉള്ളതെല്ലാം അറിയാം എന്നുള്ളതാണ്. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന്, എന്തൊക്കെ കാണാനുണ്ടെന്ന്, എന്തൊക്കെ പറഞ്ഞു തരാനുണ്ടെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം നമ്മുടെ കൂടെ വരുന്നത്. അങ്ങനെയെങ്കിൽ പഴയ നിയമകാലത്തിലെ യാഗങ്ങൾക്കോ പഴയ നിയമകാലത്തിലെ നേർച്ചകൾക്കോ പഴയ നിയമകാലത്തുണ്ടായിരുന്ന യാതൊരു വ്യവസ്ഥിതികൾക്കോ ഇനി ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾക്കോ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ കഴിയാതിരുന്നപ്പോൾ രക്ഷയ്ക്കായി ഒരുവൻ സ്വർഗീയ മഹിമ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് വന്നു. കാൽവരിയുടെ ഗിരിമുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ ഒരു കള്ളനെ പോലെ മരിച്ചടക്കപ്പെട്ടു. അവിടെ കൊണ്ട് തീർന്നില്ല. ഞങ്ങൾ ആരാധിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത, നാം വിളിച്ചപേക്ഷിക്കുന്ന നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ മരണത്തെയും പാതാളത്തെയും ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥ എത്ര വലുത് തന്നെയായിരുന്നാലും, എത്ര താഴ്ചയുടെ അനുഭവങ്ങളായിരുന്നാലും, അവിടെ നിന്ന് ഒരു ഉയർച്ച തരാൻ കഴിയുന്ന ഉയർത്തെഴുന്നേറ്റ ഒരു യേശു നമുക്ക് വേണ്ടി ഉണ്ട്. ഈ രാത്രിയിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ താഴ്ചയിൽ നിന്ന് നിങ്ങളെ ഉയർത്താൻ കഴിയുന്ന, സാത്താന്യ ബന്ധനങ്ങളെ തകർത്ത, പാതാളത്തിൻ്റെ ചങ്ങലകളെ തകർത്ത, മരണത്തിൻ്റെ കെട്ടുകളെ പൊട്ടിച്ച, ശാപത്തിൻ്റെ വെല്ലുവിളിയെ തകർത്ത ഒരു യേശു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. അവൻ നിങ്ങളുടെ ഏതു താഴ്ചകളെയും ഉയർച്ചയാക്കി മാറ്റാൻ കഴിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ രക്ഷ കണ്ടവന് മാത്രമേ രക്ഷിപ്പാൻ കഴിയുള്ളൂ. നമ്മുടെ യേശു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കയ്യിൽ പിടിച്ചിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച് മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗോന്നതങ്ങളിലേക്ക് കടന്നുപോയ യേശു നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, നമ്മുടെ സൗഖ്യദായകനാണ്, നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന കർത്താവാണ്. ആ യേശു നമുക്ക് രക്ഷ വരുത്തുന്ന ദൈവമാണ്. ആ യേശു ഇന്ന് രാത്രി നിങ്ങളെ നോക്കിയിട്ട് പറയാ, എന്നെ നോക്കിയിട്ട് പറയാ, ഞാൻ രക്ഷ കാണിക്കും, ഞാൻ നിനക്ക് രക്ഷ കാണിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടത്തില്ലെന്ന് നിങ്ങളുടെ ചുറ്റുപാടുകൾ പറഞ്ഞാലും, രക്ഷപ്പെടത്തില്ലെന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും, രക്ഷപ്പെടത്തില്ലെന്ന് നിങ്ങളുടെ സഹോദരങ്ങൾ പറഞ്ഞാലും, രക്ഷപ്പെടത്തില്ലെന്ന് മനുഷ്യവർഗം മുഴുവൻ പറഞ്ഞാലും, ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, രക്ഷ കാണിക്കുന്ന ഒരു യേശു നിങ്ങളുടെ സമീപമുണ്ട്. രക്ഷ വെളിപ്പെടുത്തുന്ന ഒരു നാഥൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. രക്ഷ കാണിക്കാൻ കഴിയുന്ന ഒരു സർവശക്തൻ നിങ്ങളുടെ വീട്ടിലുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്ന നടത്തുണ്ട്, നിങ്ങൾ പാർക്കുന്നിടത്തുണ്ട്, നിങ്ങൾ സഞ്ചരിക്കുന്നിടത്തുണ്ട്, നിങ്ങളായിരിക്കുന്ന എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് രക്ഷ കാണിക്കാൻ കഴിയുന്ന ഒരു യേശു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ യേശു മാനുഷിക വാക്കുകൾ എൻ്റെ യേശുവിന് വിഷയമല്ല. സ്തോത്രം. ഇനി ഈ ലോകത്തിലെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു എന്നുള്ളത് എൻ്റെ യേശുവിന് വിഷയമല്ല. എൻ്റെ യേശു രക്ഷ വെളിപ്പെടുത്തുമെന്ന് വിചാരിച്ചാൽ, രക്ഷ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അത് തടയാൻ ഈ ഉലകത്തിലെ ആർക്ക് സാധ്യമല്ല. ആകയാൽ വിശ്വസിക്കുക, നിങ്ങൾക്കൊരു രക്ഷ വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന നിന്റെ രക്ഷ വരുന്നു, നിന്റെ രക്ഷ വരുന്നു. പ്രാർത്ഥിക്കുന്ന പ്രിയ പൈതലേ, പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യമിത്രമേ, നീ രക്ഷപ്പെടത്തില്ലെന്ന്